മലപ്പുറം കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ ബസ് തലകീഴായി മറിഞ്ഞ് വലിയ അപകടമുണ്ടായിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപമാണ് അപകടമുണ്ടായത്. കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിൽ പെട്ടത്. സോണകൃഷ്ണയും അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി നമ്മളോടൊപ്പം അഭിജിത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അഭിജിത്ത്, ഈ വാഹനം പൂർണ്ണമായും തലകീഴായി മറിഞ്ഞു എന്ന് മാത്രമല്ല അതിന്റെ ഓരോ പാർട്സായി മാറിക്കിടക്കുന്നത്, ടയറൊക്കെ വേർപെട്ട് മാറിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ബസ് പൊളിച്ചാണ് അതിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് ഇറക്കുന്നത്. ഈ അപകടം സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മാധു, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മുഴുവൻ പേരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷെ അപ്പോഴും ഒരു മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. ഒരു മരണം, 20 പേർക്ക് പരിക്ക് പറ്റി എന്നുള്ള വിവരം കൂടി ലഭ്യമാവുകയാണ്. അതിൽ 3 പേരുടെ നിലയാണ് അതീവ ഗുരുതരം. ഈ പരിക്കേറ്റവരെയൊക്കെ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഹിൽഫോർട്ട് ആശുപത്രി, അതുപോലെ തന്നെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി എന്നിവയിലേക്കാണ് ഈ പരിക്കേറ്റവരെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. അതിൽ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഹനം നെടുകെ പിളർന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. വാഹനം താഴേക്ക് മറിയുന്നു. അതിനുശേഷം അതിൻ്റെ പകുതി ഭാഗത്ത് വെച്ച് വാഹനം രണ്ടായി മുറിഞ്ഞു പോവുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത്രയും ഭീകരമായ ഒരു അപകടം അവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. നിർത്തിയിട്ടിരുന്ന ഒരു കാറിന് മുകളിലേക്കാണ് ഈ ബസ് ചെന്നുപോയി മറിയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. ഈ വാഹനത്തിന്റെ, അതായത് ബസ്സിന്റെ വേഗമാണോ ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാര്യങ്ങളിൽ കൂടിയാണ് ഇനിയിപ്പോൾ ഒരു വ്യക്തത വരികയും ചെയ്യേണ്ടത്. ഡിഫൻഡർ, അതായത് കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുന്ന ഡിഫൻഡർ എന്ന സ്വകാര്യ ബസ്സാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. നിലവിലേതായാലും ഒരു മരണമാണ് മാധു സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നത്. 20 പേർക്കാണ് ആകെ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ സാധാരണ നിലയിൽ കുറച്ചധികം പേർ കൂടി ഈ ബസ്സിനകത്ത് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഞായറാഴ്ച ആയതിനാൽ തന്നെയാണ് അല്പം ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായത് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും 10-30ഓളം ആൾക്കാർ ഈ ബസ്സിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ താഴേക്ക് ബസ് വീഴുകയും അതിനുശേഷം നെടുകെ പിളരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ആളുകൾക്ക് പരിക്ക് പറ്റാനുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതലായി കാണേണ്ടത്. അപകടം നടന്ന ഉടൻ തന്നെ, ദേശീയപാതയിലാണ് അപകടം ഉണ്ടാകുന്നത്, നടന്ന ഉടൻ തന്നെ ആളുകളൊക്കെ ഓടിക്കൂടുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തതാണ്. ഡിവൈഡറിൽ ഇടിച്ച് രണ്ടായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അതെ മാധു, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പ്രദേശവാസികളിൽ നിന്നും ഒപ്പം തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം ആ ബസ് എങ്ങനെയാണ് അത് കിടക്കുന്നത് എന്ന് നോക്കൂ. അത് പകുതിക്ക് വെച്ച് തന്നെ, അതായത് നെടുകെ പിളർന്ന് തന്നെയാണ് ബസ് ഉള്ളത്. ഡിവൈഡറിൽ ഇടിക്കുകയും ശേഷം താഴേക്ക് മറിയുകയും ആ മറിയുന്ന ഘട്ടത്തിൽ ബസ് 2 ഭാഗങ്ങളായി തകർന്നു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ആളുകൾക്ക് നിലത്ത് വീഴുന്നതിനൊപ്പം തന്നെ ഈ പരിക്ക് പറ്റുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞു വന്നത് മാധു, ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതാണ് ഒരു പരിധിവരെ ഈ അപകടത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായമായത് എന്നുള്ളതാണ്. ആളുകൾ പെട്ടെന്ന് തന്നെ ഓടിക്കൂടുകയും മറ്റ് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ലഭ്യമായിട്ടുള്ള വിവരം എന്നുള്ളത് ബസ്സിനകത്തു നിന്ന് ആളുകളെ വെട്ടിപ്പൊളിച്ചൊക്കെയാണ് പുറത്തെടുത്തത്. ഏറ്റവും ആശ്വാസമുള്ള ഒരു കാര്യം എന്നുള്ളത് നിലവിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മുഴുവൻ പേരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രദേശവാസികളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. ഒരു മരണം എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് 3 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. അതിൽ ഏതായാലും യഥാർത്ഥത്തിൽ എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്, അതിന്റെ കാരണം എന്താണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് വരും മിനിറ്റുകളിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. നിലവിൽ പ്രദേശവാസികൾ, ദൃക്സാക്ഷികളൊക്കെ നൽകുന്ന വിവരം അനുസരിച്ച് അല്പം വേഗത്തിലായിരുന്നു ഈ ബസ് എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ച ഒരു അപകടം ഈ ഡിവൈഡറിൽ ഇടിക്കുന്നു, ബസ് തലകീഴായി മറിയുന്നു. തലകീഴായാണ് ബസ് താഴേക്ക് മറിയുന്നത്. മറിഞ്ഞ ബസ്സിന്റെ പകുതി ഭാഗത്ത് നിന്ന് നടുകെ പിളർന്നു പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. ഏതായാലും വലിയൊരു ദുരന്തത്തിലേക്ക് വഴിമാറിയില്ല എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ആശ്വാസമാണ് മാധു. പക്ഷേ പരിക്കേറ്റവരുടെ നില എന്നുള്ളത് നമുക്ക് അതിന്റെ കൂടുതൽ അപ്ഡേഷനുകൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് അവരുടെ പരിക്കിന്റെ സാഹചര്യം എങ്ങനെയാണ് അവരുടെ സ്ഥിതി എന്നൊക്കെയുള്ള വിവരങ്ങൾ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശേഖരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഇതിന്റെ ആഘാതം എത്രത്തോളമാണ് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തമായൊരു വിവരത്തിലേക്ക് നമുക്ക് എത്താനായി കഴിയുകയുള്ളൂ മാധു.